തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ചത് ഷാഫിയുടെ മാസ് എൻട്രികൾ. എതിരാളികൾ ഷാഫി ഷോ എന്ന പരിഹാസം അഴിച്ചുവിട്ടെങ്കിലും ഷാഫി ശരിക്കും ഷോ ചെയ്തു. പാർട്ടി സെക്രട്ടറിയെ പിൻവലിച്ച് സ്വരാജിനെ കളത്തിലിറക്കിയ CPM-ന് ഷാഫിയുണ്ടാക്കിയ തരംഗം ചങ്കിടിപ്പേറ്റുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പോലും ഔട്ടാക്കിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ UDF-നായി കളം നിറഞ്ഞത്. ഇലക്ഷൻ UDF തൂക്കിയാൽ ഷാഫി കിങ് മേക്കർ സ്ഥാനത്തേക്ക് ഉയരും. തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുമ്പോൾ മുന്നണികളിലെ താരപ്രചാരകർക്കിടയിൽ ഒരു സൂപ്പർ താരമേയുള്ളൂ. വടകര MP ഷാഫി പറമ്പിൽ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിലെ വാശിപ്പോരിൽ കുരുങ്ങിയതോടെ സംസ്ഥാനമാകെ ഓടി നടന്ന് പാർട്ടിയുടെ മുന്നണി പോരാളിയായി മാറുവാൻ ഷാഫി പറമ്പിലിന് അവസരമൊരുങ്ങി. ആ അവസരം യുവത്വത്തിന്റെ ആവേശത്തിൽ ഷാഫി UDF-ന്റെ വിജയതരംഗത്തിനാവശ്യമായ ചേരുവയാക്കി മാറ്റുകയും ചെയ്തു. എല്ലാ ജനറേഷനെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള മിടുക്കുള്ള ഷാഫി പറമ്പിലിനെ പ്രചരണത്തിനെത്തിക്കാനുള്ള UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ കേരളം കണ്ടത്. സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയിലും വാഹന റാലിയിലും രാപ്പകലില്ലാതെ ഓടിയെത്തിയ ഷാഫി പറമ്പിലിനെ കാണുവാൻ ജനം ഇരമ്പിയെത്തിയതോടെ കേരള രാഷ്ട്രീയത്തിലെ പുതിയ ക്രൗഡ് പുള്ളർ അവതാരമെടുത്തതുപോലെയായി. ഷാഫിക്ക് ലഭിക്കുന്ന ജനകീയത LDF ക്യാമ്പിനെ നിരാശപ്പെടുത്തിയിരുന്നു. കോഴിക്കോട് പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിലെ വൻ ജനപങ്കാളിത്തം CPM സൈബർ ഹാൻഡിലുകൾ ആഘോഷിച്ചത് ഷാഫി പറമ്പിലിനോട് മത്സരിക്കാൻ വേണ്ടിയായിരുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തോട് 100% നീതി പുലർത്തുന്ന പ്രകടനമാണ് ഈ പ്രചരണ ക്യാമ്പയിൻ കാലത്ത് ഷാഫിയിൽ നിന്നുണ്ടായതെന്ന് UDF നേതൃത്വം വിലയിരുത്തുന്നു. ഷാഫിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെ ഷാഫി ഷോ എന്ന് ആക്ഷേപിച്ച് പ്രതിയോഗികൾ സോഷ്യൽ മീഡിയയിൽ പോർമുഖം തുറന്നെങ്കിലും അതിന് അല്പായുസ് മാത്രമായിരുന്നു. മിക്ക ജില്ലകളിലും 6ഉം 7ഉം നിയോജക മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥിക്കൊപ്പം ഷാഫി പറമ്പിൽ റോഡ് ഷോയിൽ പങ്കെടുത്തത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പിറകിലെന്ന് കരുതപ്പെടുന്ന മണ്ഡലങ്ങളിൽ പോലും ഷാഫിയുടെ വരവോടെ ട്രെൻഡ് മാറിയെന്ന രീതിയിലാണ് കാര്യങ്ങൾ. തിരഞ്ഞെടുപ്പ് കാലത്ത് ഓടി നടന്ന പ്രവർത്തകരെ ആവേശഭരിതരാക്കുന്ന ഉമ്മൻചാണ്ടി സ്റ്റൈലാണ് ഷാഫി പിന്തുടരുന്നത്. മലബാറിന്റെ വടക്കേയറ്റത്തും അനന്തപുരിയുടെ തെക്കേയറ്റത്തും ഷാഫി തന്റെ സ്വതസിദ്ധ ശൈലിയിലുള്ള ക്യാമ്പയിൻ പരിപാടികൾ നടപ്പിലാക്കി. രാത്രി ഏറെ വൈകിയാലും ഷാഫിക്ക് വേണ്ടി മാത്രം ആളുകൾ കാത്തു നിൽക്കുന്നത് UDF ക്യാമ്പിൽ ആവേശമായി. ഓരോ മണ്ഡലത്തിലും താൻ കടന്നുപോയ മണ്ഡലങ്ങളിലെ ആവേശക്കാഴ്ച വിവരിക്കുന്നതായിരുന്നു ഷാഫിയുടെ പ്രസംഗ രീതി. അധിക നേരം പ്രസംഗമില്ല. സ്ഥാനാർത്ഥിയുടെ പേര് ഓർമ്മിപ്പിക്കുന്ന കുറച്ച് പഞ്ച് ഡയലോഗുകൾ ആൾക്കൂട്ടത്തിന് മുന്നിലേക്ക് തട്ടിവിട്ടുകൊണ്ട് ഷാഫി എതിരാളികൾ ഭയപ്പെടുന്ന ആ ഷാഫി ഷോ പ്രയോഗിക്കും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും തൊട്ടടുത്ത മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഷാഫിയെ തേടി ഫോണിലേക്ക് വിളിക്കുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായി രാവിലെ 7:30-നും 8-നുമൊക്കെ തുടങ്ങുന്ന റോഡ് ഷോകൾ മിക്ക ദിവസവും അർദ്ധരാത്രിയോടെയാണ് അവസാനിക്കുന്നത്. ബേപ്പൂരിൽ PV അൻവറിനായി രാത്രി 2 മണിക്കും ഷാഫി പ്രചരണ രംഗത്തുണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച പുതുനിരയിലെ പ്രമുഖനായ ഷാഫി പറമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിനെ പോലും അപ്രസക്തനാക്കും വിധമാണ് നിറഞ്ഞാടിയത്. UDF വലിയ വിജയം നേടിയാൽ കിങ് മേക്കർ സ്ഥാനത്തേക്ക് ഷാഫി ഉയർത്തപ്പെടും. പ്രത്യേകിച്ച് മലബാർ മേഖലകളിലെ മണ്ഡലങ്ങളിൽ ഷാഫി ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല. തുടർഭരണം സ്വപ്നം കാണുന്ന LDF പ്രചരണ രംഗത്തേക്ക് ഇടയ്ക്ക് വെച്ച് സ്വരാജിനെ രംഗത്തിറക്കിയത് ഷാഫി പറമ്പിലിനുള്ള എതിരാളിയായിട്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധം സംസാരിക്കാൻ തുടങ്ങിയതോടെ സ്വരാജിനെ രംഗത്തിറക്കിയാണ് കുറച്ചെങ്കിലും LDF നിറഞ്ഞു നിന്നത്. എന്നാൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇലക്ഷൻ വൈബ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഷാഫിയോളം എത്താൻ സ്വരാജിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.